ഓം ശ്രീ ഗണേശായ നമ. ഓം ശ്രീ ഗണേശ ശാരദ ഗുരുഭ്യോ നമ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. ഹര ഹര മഹാദേവ സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം ശ്രീ മഹാദേവ്യൈ നമ. ഓം നമഃചണ്ഡികായൈ. ഓം ശ്രീ മഹാത്രിപുരസുന്ദര്यै നമ. ഹരി ഓം. ശ്രീമദ് ദേവി മാഹാത്മ്യം പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം, സുദിനം നേരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അഹങ്കാരം കൊണ്ട് ഉന്മത്തനായ അസുരന്മാരാൽ പീഡിതരായി തീർന്നിരിക്കുന്ന ദേവന്മാർ ദേവിയെ സ്തുതിക്കുന്നതായിട്ടായിരുന്നു സ്തുതിക്കുകയും നമസ്കരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ ശുഭഫലങ്ങളെ പ്രദാനം ചെയ്യണേ ദേവി, ഇപ്പം വന്നു ചേർന്നിട്ടുള്ള ആപത്തുകളിൽ നിന്നെല്ലാം രക്ഷിക്കണേന്ന് യാസാമ്പ്രതം ചോത്തത ദൈത്യതാപിതൈഹി അസ്മാവിരീശ അച്ച സുരേർ നമസ്യതേ കരോതു സാനാ ശുഭഹേതുരീശ്വരി ശുഭാനിഭദ്രാണി അഭിയന്തിച്ചാവത എന്നുള്ള ശ്ലോകത്തിൽ നിന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് യാസ്മൃതാ തക്ഷണമേവ ഹന്തിന സർവ ആപദോ ഭക്തി വിനമ്രമൂർത്തി കരോതു സാനാ ശുഭഹേതുരീശ്വരി ശുഭാനിഭദ്രാണി അഭിഹന്തിച്ചാവത. ഭക്തി കൊണ്ട് വണങ്ങുന്ന ശരീരത്തോടു കൂടി അവർ സ്മരിച്ചാൽ ഉടൻ തന്നെ എല്ലാ ആപത്തുകളെയും ഇല്ലാതാക്കുന്ന ദേവി, ശുഭങ്ങൾക്ക് കാരണഭൂതയായ അല്ലയോ ദേവി ഈശ്വരി, ഞങ്ങൾക്ക് ആപത്തുകൾക്കിടയാകാതെ ശുഭഫലങ്ങളെ തരയണമേ. ആധ്യാത്മികവും ആദിദൈവികവുമായ എല്ലാ ദുഃഖങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാണ് നമ്മൾ കഴിഞ്ഞതിൽ നിർത്തിയത്. കഴിഞ്ഞ ശ്ലോകത്തിൽ അത് പറഞ്ഞ് നിർത്തി. ഇന്ന് നമുക്ക് അതിൻ്റെ ബാക്കി പിന്നെ എന്തുണ്ടായി എന്നുള്ളത് പഠിക്കണം. അപ്പം ഇന്ന് പഴയ പുസ്തകത്തിലെ ആദ്യം വായിക്കുന്ന പഴയ പുസ്തകമുള്ളവരത് നോക്കുക. ഒരു 5 ശ്ലോകങ്ങൾ നമുക്ക് നോക്കാം. 83 മുതൽ 88 വരെയുള്ള ശ്ലോകങ്ങൾ വായിക്കാം. അഥ ശ്രീമദ്ദേവി മാഹാത്മ്യേ ദേവീദൂത സംവാദോ നാമ പഞ്ചമോധ്യായേ. ശ്ലോകങ്ങൾ 83 മുതൽ 88 വരെ. ഋഷിരുവാച ഏവം സ്തവാദിയുക്താനാം ദേവാനാം തത്ര പാർവതി സ്നാതുമഭ്യായയൗ തോയേ ജാഹ്നവ്യാ നൃപനന്ദനാം സാ ബ്രവീത്താൻ സുരാൻ ശുഭ്രൂർഭവദ്ഭിസ്തൂയതേത്രകാ ശരീരകോശാത്തച്ഛാസ്യ സമുദ്ഭൂതാബ്രവീച്ചിവാം സ്തോത്രം മമ തത്ക്രിയതേ ശുംഭദൈത്യനിരാകൃതൈഃ ദേവൈ സമേതൈ സമരേ നിശുംഭേന പരാജിതൈഃ ശരീരകോശാദത്തസ്യ പാർവത്യാ നിസൃതാംബിക കൗശികീതി സമസ്തേഷു തതോ ലോകേഷു ഗീയതേ തസ്യാം വിനിർഗതായാം തു കൃഷ്ണാപുത്സാപി പാർവതി കാളികേതി സമാഖ്യാത ഹിമാചലഹൃതാശ്രയാം. ഇതിൽ പിരിച്ചു പറയാനായിട്ട് സ്തവ ആദിയുക്താനാം ദേവാനാം തത്ര പാർവതി സ്നാതും അഭ്യായയൗ തോയേ ജാഹ്നവ്യാ നൃപനന്ദന സാ അബ്രവീത്താൻ സുരാൻ സുബ്രൂഹു ഭവദ്ഭി സ്തൂയതേ അത്ര ക ശരീരകോശാത് തത് അസ്യ. അതാണ് ശരീരകോശാത്തസ്യ തച്ഛാസ്യ സമുദ്ഭൂത അബ്രവീത് ശിവ അബ്രവീശിവ എന്ന് വന്നു. സ്തോത്രം മമ ഏതത് ക്രിയത്തെ ശുംഭദൈത്യനിരാകൃതൈഃ ദേവൈഃ സമേതൈഃ സമരേ നിശുംഭേന പരാജിതൈഃ ശരീരകോശാത് യത്
തസ്യാഹ. അപ്പം എങ്ങനെ വായിക്കും? കോശാദെത്യത്തസ്യ. അപ്പം യത് തസ്യാഹ കോശാത്. അപ്പം ദീയായും ഇത്തായും വരും അവിടെ. ശരീരകോശാദ്യത്യസ്യാഹ പാർവത്യാ നിസൃതാംബികാം കൗശികീതി. കൗശികീതി എന്നെഴുതിയിരിക്കുന്നു. കൗശികീതി സമസ്തേഷു തതോ ലോകേഷു ഗീയതേ തസ്യാം വിനിർഗതായാം തോ കൃഷ്ണ അഭൂത് സാ അപി പാർവതി. അവളാകട്ടെ കൃഷ്ണ അഭൂത് കറുത്തവളായി ഭവിച്ചു. അഭൂത് ഭവിച്ചു. സാ അപി അവളാകട്ടെ. അപ്പോൾ പാർവതി കാളികേതി സമാഖ്യാത. കാളിക ഇതി. കാളിക എന്ന് സമാഖ്യാത പറയപ്പെട്ടു, വിളിക്കപ്പെട്ടു. അവൾക്ക് പേരുണ്ടായി കാളിക എന്ന്. എന്നിട്ട് എങ്ങോട്ട് പോയി? ഹിമാചലകൃത ആശ്രയ. ഹിമാചല പർവ്വതത്തെ ആശ്രയിച്ച് തപസ് ചെയ്യാനായിട്ട് പോയി ദേവി. അപ്പോൾ ഇനി അതൊന്നും കൂടി വായിച്ചാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒന്ന് മനസ്സിലാവും. പല പ്രാവശ്യം വായിച്ചാലേ മനസ്സിലാവുള്ളൂ. ഒരു പ്രാവശ്യം വായിക്കുമ്പോൾ ഒന്നും മനസ്സിലാവില്ല. രണ്ടാമത്തെ പ്രാവശ്യം വായിക്കുമ്പോൾ കുറച്ച് വാക്കുകൾ കിട്ടും. മൂന്നാമത്തെ പ്രാവശ്യം വായിക്കുമ്പോൾ കുറച്ചും കൂടി മനസ്സിലാവും. 4-5 പ്രാവശ്യം വായിക്കുമ്പോൾ 5-ാം പ്രാവശ്യം കുറച്ചൊക്കെ നന്നായിട്ട് മനസ്സിലാവും. അത് ഒരു 10 ടൈംസ് ആകുമ്പോൾ നല്ല പോലെ മനസ്സിലാവും. പിന്നെ തെറ്റില്ലാതെ വായിക്കാൻ പറ്റും. അങ്ങനെയാണ്. അപ്പം ഋഷിരുവാച ഏവം സ്തവാദിയുക്താനാം ദേവാനാം തത്ര പാർവതി സ്നാതുമഭ്യായയൗ തോയേ ജാഹ്നവ്യാ നൃപനന്ദന സാ ബ്രവീത്താൻ സുരാൻ ശുഭ്രൂർഭവൽഭിസ്തൂയതേത്ര ശരീരകോശത്തച്ഛാസ്യാഹ സമുദ്ഭൂതാബ്രവീച്ചിവ സ്തോത്രം മമൈതത് ക്രിയതേ ശുംഭദൈത്യനിരാകൃതൈഃ ദേവൈ സമേതൈ സമരേ നിശുംഭേന പരാജിതൈഃ ശരീരകോശാദത്തസ്യാഹ പാർവത്യാ നിസൃതാംബിക കൗശികീതി സമസ്തേഷു തതോ ലോകേഷു ഗീയതേ തസ്യാം വിനിർഗതായാം തു കൃഷ്ണാഭൂത്സാപി പാർവതി കാളികേതി സമാഖ്യാത ഹിമാചലകൃതാശ്രയ. ഹിമാചലം ആശ്രയമായി ചെയ്തു കൃത. ഇവിടെ നിസൃത, അംബിക നിസൃതയായി പുറപ്പെട്ടു എന്ന അർത്ഥം. അതിൽ നിന്ന് പുറത്തു വന്നു എന്നുള്ള അർത്ഥം. ഇനി നമ്മൾക്ക് പുതിയ പുസ്തകത്തിലെ ഓരോ ഇതെടുത്തിട്ട് നോക്കാം അർത്ഥം എന്താന്ന്. ആദ്യത്തെ ശ്ലോകം ആദ്യം ഇതിലും ഒന്ന് വായിക്കാം ഒരു പ്രാവശ്യം. അപ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് ഇതാവും. ഋഷിരുവാച ഏവം സ്തവാദിയുക്താനാം ദേവാനാം തത്ര പാർവതി സ്നാതുമഭ്യായയൗ തോയേ ജാഹ്നവ്യാ നൃപനന്ദനാം സാ ബ്രവീത്താൻ സുരാൻ ശുഭ്രുഃ ഭവൽഭിസ്തൂയതേത്ര ശരീരകോശത്തച്ഛാസ്യ സമുദ്ഭൂതാ ബ്രവീച്ചിവ സ്തോത്രം മമൈതത് ക്രിയതേ ശുംഭദൈത്യനിരാകൃതൈഃ ദേവൈ സമേതൈ സമരേ നിശുംഭേന പരാജിതൈഃ ശരീരകോശാദത്തസ്യാഹ പാർവത്യാ നിസൃതാംബിക കൗശികീതി സമസ്തേഷു തതോ ലോകേഷു ഗീയതേ തസ്യാം വിനിർഗതായാം തു കൃഷ്ണാഭൂത്സാപി പാർവതി കാളികേതി സമാഖ്യാത ഹിമാചലകൃതാശ്രയാം. ഇനി ആദ്യത്തെ ശ്ലോകം നോക്കാം. ഏവം ഋഷിരുവാച, ഋഷി പറഞ്ഞു. സുമേധസ് ഋഷി സുരഥ രാജാവിനോട് പറഞ്ഞു. അതാണ് ഋഷിരുവാച. സുമേധസ് മഹർഷി സുരഥ രാജാവേ, അല്ലയോ രാജാവേ, നൃപനന്ദന. ആദ്യത്തെ ശ്ലോകത്തിൽ സംബോധനയുണ്ട്. ഏവം സ്തവാദിയുക്താനാം. ഏവം ഇപ്രകാരം. സ്തവം എന്ന് പറഞ്ഞാൽ സ്തുതിക്കുന്ന. സ്തവ ആദിയുക്താനാം യുക്തികളെ കൊണ്ട് സ്തുതിക്കുന്ന ദേവാനാം ദേവന്മാരെ. തത്ര പാർവതി, പാർവതീ ദേവി അവിടെ
തോയേ ജാഹ്നവ്യ. ജാഹ്നവി തോയം വെള്ളം. ജാഹ്നവി എന്ന നദി ഗംഗയുടെ വേറൊരു പേരാണ് ജാഹ്നവി നദി, ഗംഗാനദി എന്നർത്ഥം. ഗംഗാനദിയിൽ സ്നാതും അഭിയയൗ അഭ്യായയൗ ആയയൗ എന്ന് പറഞ്ഞാൽ എത്തിച്ചേർന്നു. അപ്പോൾ അല്ലയോ രാജാവേ, ഇപ്രകാരം സ്തുതിക്കുന്ന ദേവന്മാരെ ജാഹ്നവ്യാതോയെ ഗംഗാനദിയിൽ കുളിക്കാനെന്ന വ്യാജേന പാർവതി ദേവി അവിടെ എത്തിച്ചേർന്നു എന്നർത്ഥം. അല്ലയോ സുരഥരാജാവേ എന്ന നൃപനന്ദന എന്ന സംബോധന. അല്ലയോ നൃപനന്ദന സുരഥരാജാവേ, ഇപ്രകാരം സ്തുതിക്കുന്ന ദേവന്മാരെ, ദേവാനാം സ്തവാദിയുക്താനാം ദേവന്മാരെ തത്ര അവിടെ പാർവതി സ്നാതും അഭ്യായയോ കുളിക്കാനാണെന്ന് വ്യാജേന എന്നെടുക്കണം. അവിടെ കുളിക്കാൻ ആക്ച്വലി ദേവി കുളിക്കാനാണോ പോയ? അല്ല, കുളിക്കാനാണെന്ന വ്യാജേന അവിടെ പോയി. വ്യാജം എന്നുള്ള വാക്ക് ഇവിടെ ഇല്ല, എങ്കിലും നമ്മളത് എടുക്കണം. ദേവി ഭാഗവതത്തിലുണ്ടത്. അതായത് കുളിക്കാൻ ഗംഗാ നദിയിൽ പോയി അവിടെ എത്തിച്ചേർന്നു എന്നുള്ളതാണ് അർത്ഥം. ഏവം സ്തവാദിയുക്താനാം ദേവാനാം തത്ര പാർവതി സ്നാതും അഭ്യായയൗ തോയേ ജാഹ്നവ്യാ നൃപനന്ദന. അല്ലയോ സുരഥരാജാവേ, ദേവിയുടെ സ്വാത്വിക ഗുണാശ്രയിയായ അവതാരകഥ അതാണ് ഇവിടെ നടക്കുന്നത്. സാത്വിക 3 ഇതുണ്ട് ഗുണം: രജോ ഗുണം, സാത്വിക ഗുണം, സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. തമോ ഗുണത്തിൽ നിന്ന് കാളി മഹാകാളിയും സത്വഗുണത്തിൽ നിന്ന് സരസ്വതി ദേവിയും ഇവിടെ ഈ പാർവതി ദേവി സ്വാത്വിക ഗുണത്തിൽ നിന്ന് ഉണ്ടായ അവതാര കഥയെപ്പറ്റിയാണ് ഈ പറയുന്നത്. അപ്പം നേരത്തെ പറഞ്ഞ പ്രകാരം സ്തുതിക്കുന്ന ദേവന്മാരുടെ മുമ്പിൽ ഗംഗാജലത്തിൽ സ്നാനം ചെയ്യുവാനായി ശ്രീ പാർവതി ദേവി ആഗതയായി. ആയയൗ എന്ന് പറഞ്ഞാൽ എത്തിച്ചേർന്നു, ആഗതയായി എന്നൊക്കെ അർത്ഥം. അവരുടെ മുമ്പിൽ ദേവി എത്തിച്ചേർന്നു. ഇനി അടുത്ത ശ്ലോകം: സാ അബ്രവീത്താൻ സുരാൻ സുഭ്രുഹു. ആ സുന്ദരിയായ നല്ല ഭ്രൂ ഉള്ളവൾ, ഭ്രൂ എന്ന് പറഞ്ഞാൽ പുരികക്കൊടി, നല്ല പുരികക്കൊടി ഉള്ളവളായ ആ ദേവി സുരന്മാരോട് ദേവന്മാരോട് അബ്രവീത് ആ ദേവി പറഞ്ഞു. എന്താ പറഞ്ഞത്? ഭവൽഭി സ്തുയതേ അത്രക. ആരെയാണ് നിങ്ങൾ സ്തുതിക്കുന്നത്? ഭവാന്മാരെ നിങ്ങൾ ആരെയാണ് സ്തുതിക്കുന്നത്? ശരീരകോശാത് തച്ഛാസ്യാഹ സമുൽഭൂത അബ്രവീചിവ. അതായത് ഇതാരെയാണ് നിങ്ങൾ സ്തുതിക്കുന്നതെന്ന് ദേവി ചോദിച്ചപ്പോൾ ഉത്തരം ആരാണ് പറഞ്ഞത്? നിങ്ങൾ ആരെയാണ് സ്തുതിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പം ആ പാർവതി ദേവിയുടെ ശരീരകോശത്തിൽ നിന്ന് ഉത്ഭവിച്ച ശിവ, അവിടെ ലാസ്റ്റിൽ സമോത്ഭൂത അബ്രവീത് ശിവ എന്ന് അവിടെ പിരിച്ചെടുക്കണം. സാ അബ്രവീത് സ്തൂയതേ അത്ര ശരീരകോശാത് ച അസ്യാഹ സമുത്ഭൂത അബ്രവീത് ശിവ എന്ന് പിരിച്ചെടുക്കണം. അപ്പം ശിവ എന്നു പേരുള്ള ആ ദേവി, ഒരു ദേവി ആ പാർവതി ദേവിയുടെ ശരീരകോശത്തിൽ നിന്ന് ഉത്ഭവിച്ചു എന്നാ പറഞ്ഞ്. അപ്പം അതിന് ഉത്തരം പറഞ്ഞത് ഈ കോശത്തിൽ നിന്ന്, ദേവിയുടെ കോശത്തിൽ നിന്ന് ഉത്ഭവിച്ച ശിവ എന്നു പേരുള്ള ആ ദേവിയാണ് അതിൻ്റെ ആൻസർ പറഞ്ഞത്. ദേവി ചോദിച്ചു, നിങ്ങൾ ആരെയാണ് ഈ സ്തുതിക്കുന്നത് ദേവന്മാരോട്? അപ്പോൾ അതിൻ്റെ ഉത്തരം പറഞ്ഞത് ദേവിയുടെ കോശത്തിൽ നിന്നുണ്ടായ ദേവിയാണ്. ആ ദേവിയുടെ പേര് ശിവ, ശിവ എന്ന പേരുള്ളത്.
സ്തോത്രം മമ ഏതത് ക്രിയതേ, അവർ സ്തുതിക്കുന്നത് എന്നെയാണ് എന്ന് പറഞ്ഞു. ഇവർ ഏതത് മമ സ്തോത്രം ക്രിയതേ, ഇവരെന്നെയാണ് സ്തുതിക്കുന്നത് എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞതെന്താ? ശുംഭദൈത്യ നിരാകൃതൈഹി, ശുംഭൻ തുടങ്ങിയ ദൈത്യന്മാരാൽ നിരാകൃതരായ ദേവന്മാർ, ദേവൈഹി, അതായത് ശുംഭൻ ദേവന്മാരെയെല്ലാം ആട്ടി ഓടിച്ചില്ലേ, അപ്പോൾ അവരെയെല്ലാം ആട്ടി ഓടിച്ചു. ആ ദേവന്മാർ സമരത്തിൽ നിശുംഭനുമായിട്ട് യുദ്ധം ചെയ്തപ്പോൾ പരാജിതരായി. അപ്പോൾ ശുംഭനും നിശുംഭനും കൂടി ദേവന്മാരെ ആട്ടിപ്പുറത്താക്കി. അപ്പോൾ ദേവന്മാർ ആ നിശുംഭനുമായിട്ടുള്ള യുദ്ധത്തിൽ ദേവന്മാർ തോറ്റുപോയി. അപ്പോൾ പറയുന്നത്, ആ ദേവി പറയാണ്, ആ ശിവാദേവി പറയാണ്, സ്തോത്രം മമ ഏതത് ക്രിയതേ മമ, എനിക്കായിക്കൊണ്ട്, മമ ഏതതാണ് മമൈതത് എന്ന് വന്നത്, എനിക്കായിക്കൊണ്ടാണ് അവർ സ്തുതിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ ശുംഭദൈത്യന്മാരാൽ നിരാകൃതരായ ദേവന്മാർ നിശുംഭനാൽ സമരത്തിൽ പരാജിതപ്പെട്ടു. സ്തോത്രം മമൈതത് ക്രിയതേ ശുംഭദൈത്യ നിരാകൃത എന്ന് പറഞ്ഞാൽ നിരാകരിച്ചു, പുറത്താക്കി, ഉപേക്ഷിച്ചു എന്നൊക്കെ അർത്ഥം. ദേവൈ സമേതൈ, ദേവന്മാരെല്ലാവരും കൂടെ സമരത്തിൽ നിശുംഭേന നിശുംഭനാൽ പരാജയപ്പെട്ടു. അപ്പോൾ ആ ദേവി പറഞ്ഞത്, സാബ്രവീത്താൻ സുരാൻ സുഭ്രൂർ ഭവൽഭിസ്തൂയതേത്രക ശരീരകോശത്തച്ഛാസ്യ സമുൽഭൂവാബ്രവീശിവ. ഗംഗാജലത്തിൽ സ്നാനത്തിനായി പ്രത്യക്ഷപ്പെട്ട ശ്രീപാർവതി ദേവന്മാരോടായി ഇങ്ങനെ ചോദിക്കുന്നു. എങ്ങനെ ചോദിച്ചത്? നിങ്ങൾ സ്തുതിക്കുന്ന സുന്ദരി ആരാണ്? നമസ്തസ്യൈ എന്ന് പറഞ്ഞതുകൊണ്ട്, തസ്യൈ എന്ന് പറയുന്നത് അവൾക്കായിക്കൊണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് ഒരു സ്ത്രീയാണെന്നുള്ളത് മനസ്സിലായി. പക്ഷേ അവൾ ആരാണ് എന്ന് ചോദിച്ചു. അപ്പം ഇതിന് ഉത്തരം പറയുന്നത്, ശ്രീപാർവതിയുടെ ശരീരമാകുന്ന ആ കോശത്തിൽ നിന്നും, ആ ഉറയിൽ നിന്നും പുറത്തേക്ക് വന്ന രക്ഷാസ്വരൂപിണിയായ ദേവിയായിരുന്നു. ആരായിരുന്നു ആ ദേവി? ശിവ എന്ന പേരുള്ള ആ ദേവിയായിരുന്നു. ആ ദേവി പറഞ്ഞത് എന്താന്ന് നോക്കാം. സ്തോത്രം മമയേതത് ക്രിയതേ നിശുംഭൈ നിരാകൃതൈ ദേവൈ സമസ്തൈ സമരേ നിശുംഭേന പരാജിതൈ. ദേവന്മാർ സ്തുതിക്കുന്ന എന്നെയാണ്. ഇവരെ ശുംഭൻ എന്ന അസുര രാജൻ സ്വർഗത്തു നിന്നും ആട്ടിപ്പായിച്ചു. കൂടാതെ നിശുംഭനുമായുള്ള യുദ്ധത്തിൽ ദേവന്മാരെല്ലാം തോറ്റുപോവുകയും ചെയ്തു. അതുകൊണ്ട് അവരെ ആപത്തിൽ സഹായിക്കാൻ വേണ്ടി എന്നെയാണ് അവർ സ്തുതിക്കുന്നത് എന്നിങ്ങനെ ശ്രീ പാർവതിയിൽ നിന്നും അവതീർണയായ ഭഗവതി അരുളി ചെയ്തു. അടുത്ത ശ്ലോകം. ശരീരകോശാത് യത് തസ്യാഹ എന്നാണ് വാക്കുകൾ. അതിനെ പിരിക്കുമ്പോൾ വായിക്കുമ്പോൾ ശരീരകോശാദ്യത്തസ്യാഹ ഇങ്ങനെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന അതുപോലെ വായിക്കാം. പാർവത്യാ നിസൃതാംബിക കൗശികീതി സമസ്തേഷു തതോ ലോകേഷു ഗീയതേ. ഈ കോശം പോയി കഴിഞ്ഞപ്പം ആ ദേവി വെളുത്തവളായി, അല്ലേ? കറുത്ത ദേവിയായി തീർന്നു. കാളി കറുത്ത കളറുള്ളവളായി തീർന്നു ആ ദേവി. അപ്പം ആ ഉറയിൽ നിന്ന് പുറത്തു വന്ന ദേവി വെളുത്തു, അവൾ ഗൗരിയായി. പുറത്തു വന്ന ദേവി ആരായി? കാളി ആയി മാറി, അല്ലേ? ആ ദേവിയുടെ പേരാണ് കൗശികി. കോശത്തിൽ നിന്നും പുറത്തു വന്നവൾ എന്ന അർത്ഥത്തിൽ കൗശികി ഇതി സമസ്തേഷു, എല്ലാ ലോകങ്ങളിലും എല്ലാവരും ഈ ദേവിയെ കൗശികി എന്ന് കീർത്തിക്കുന്നു. ഗീയതേ കീർത്തിക്കുക, പാടുക
എന്നൊക്കെ അർത്ഥം. അപ്പം മഹാസരസ്വതിയുടെ ഗൗരി മഹാസരസ്വതിയായി വെളുത്തവളായി, പാർവതിയിൽ നിന്നുണ്ടായ ആ മറ്റേ ദേവി കൗശികിയായി മാറുകയും ചെയ്തു എന്ന അർത്ഥം. ഒരു അവതാരമാണ് മഹാസരസ്വതി. ഗൗരിയുടെ അല്ലെങ്കിൽ ദേവിയുടെ ഒരു അവതാരമാണ് സരസ്വതിയായി വന്നത്. അപ്പം ശരീരകോശാദത്തസ്യാഹ പാർവത്യാ നിസൃതാംബിക കൗശികീതി സമസ്തേഷു തതോ ലോകേഷു ഗീയതേ. ഇവിടെ ഈ കോശം പോയ ആ ദേവി കാളിയായി ഭഗവാന്റെ അടുത്ത് വന്നപ്പോൾ ഭഗവാൻ കാളി എന്ന് വിളിച്ചു. അത് കേട്ടപ്പം പാർവതി ദേവിക്കൊരു പേടി, അയ്യോ ഇനി തൻ്റെ പ്രിയതമൻ എന്നെ വിട്ടു പോകുമോ എന്ന്. ആ പേടി കൊണ്ട് വേഗം ദേവി ഹിമാലയത്തിൽ പോയി പിന്നെ തപസ് ചെയ്യും. ആ ദേവി വെളുത്ത് എന്നിട്ട് തൻ്റെ യോഗമായ കൊണ്ട് ശരീരത്തെ വെളുപ്പിച്ച് പാർവതി ദേവി വെളുപ്പാക്കി സ്വീകരിക്കുന്നു ഗൗരിയായിട്ട്. തസ്യാം, ലാസ്റ്റ് ശ്ലോകം, തസ്യാം വിനിർഗതായാം തൂ, അവളിൽ നിന്ന് പാർവതിയിൽ നിന്ന് പോയ ആ ദേവി, വിനിർഗതായാം വിനിർഗമിച്ചതായ ആ ദേവിയാകട്ടെ കൃഷ്ണ അഭൂത് സാപി, കൃഷ്ണ എന്ന് കറുത്തവളായി മാറി. അഭൂത് ഭവിച്ചു. അഭി ആ ദേവിയാകട്ടെ കാളിക എന്ന പേരോടുകൂടി കറുത്തവളായി ഭവിച്ചു. പാർവതി ദേവി പിന്നെ കാളിക എന്ന പേരോടുകൂടി ഇതായി സമാഖ്യാത, സമ്യക്കായി ആഖ്യാതപ്പെട്ടു എന്ന് പറഞ്ഞാൽ ആ പേരിട്ടു എല്ലാവരും. എന്നിട്ട് പിന്നെ ലോകത്തിലുള്ള എല്ലാവരും ആ ദേവിയെ കാളിക എന്ന് വിളിക്കാൻ തുടങ്ങി. ഹിമാചല കൃത ആശ്രയ, ഹിമാചലത്തെ ആശ്രയിച്ച് ചെയ്തു എന്ന് പറഞ്ഞാൽ ഹിമാചല പർവ്വതത്തെ ആശ്രയിച്ചു ദേവി. അങ്ങോട്ട് പോയി, ഹിമാചലത്തിൽ പോയി കാത്തിരുന്നു ദേവി. ഇനി ശുംഭനിശുംഭന്മാരവിടെ ചെല്ലണ്ടേ? ചെന്നെങ്കിലല്ലേ ദേവിക്ക് അവരെ കൊല്ലാനോ അവരെ ഇത് ചെയ്യാനോ പറ്റുമോ? അതിനു വേണ്ടിയിട്ട് പോയി കാത്തിരിക്കുകയാണ് ഹിമാചല പർവ്വതത്തിൽ. തസ്യാം വിനിർഗതായാം തോ കൃഷ്ണാഭൂത്സാപി പാർവതി കാളികേതി സമാഖ്യാത ഹിമാചല കൃതാശ്രയാം. ഇവിടെ ദേവന്മാർ സ്തുതിക്കുന്നത് എന്നെയാണെന്ന് പറഞ്ഞു വന്നു ആ ദേവി. ആ നിശുംഭനും ഒക്കെ യുദ്ധം ചെയ്ത് ആ ദേവിയെ ദേവന്മാരെ പുറത്താക്കി എന്നൊക്കെ പറഞ്ഞു. നിശുംഭൻ്റെ കൂടെ തോറ്റുപോയി യുദ്ധത്തിൽ. പാർവതി ദേവിയുടെ ശരീരമാകുന്ന കോശം, ആ ഉറ, അതിൽ നിന്ന് ലോകമാതാവായ അംബിക അവതരിച്ചു. എല്ലാവരും ആ ദേവിയെ കോശത്തിൽ നിന്ന് വന്നതുകൊണ്ട് കൗശികി എന്ന് വിളിച്ചു. എല്ലാവരും വിളിക്കുന്ന ദേവിയുടെ പേര് കൗശികി. ആ ഭഗവതി പാർവതിയുടെ ശരീരത്തിൽ നിന്നും നിർഗമിച്ച് കഴിഞ്ഞപ്പോൾ പാർവതി കൃഷ്ണവർണ്ണയായി മാറി. അപ്പോൾ ഗംഗാധര സന്നിധി ശിവഭഗവാന്റെ അടുത്ത് ചെന്ന പാർവതിയെ ഭഗവാൻ കാളിക എന്നിങ്ങനെ വിളിച്ചു. അപ്പോൾ തൻ്റെ പ്രിയതമനായിട്ടുള്ള ആ പ്രണയ അപായം, തന്നെ വിട്ടിട്ട് പോകുമോ ഭഗവാൻ, എന്നെ ഉപേക്ഷിക്കുമോ എന്നുള്ള ഭയം കൊണ്ട് ഹിമാചലത്തെ ആശ്രയിച്ചുകൊണ്ട് പാർവതി ദേവി തപസ്സിനായി ആരംഭിച്ചു എന്നാണ് ഇതുവരെയുള്ള ഇത്. അപ്പോൾ ഒന്നും കൂടി ആദ്യം മുതൽ വായിക്കാം, എന്നിട്ട് ഒന്നും കൂടി അർത്ഥം പറയാം. ഋഷിരുവാച ഏവം സ്തവാദിയുക്താനാം ദേവാനാം തത്ര പാർവതി സ്നാതുമഭ്യായയൗ തോയേ ജാഹ്നവ്യാ നൃപനന്ദനാം. ഇപ്രകാരം സ്തുതിക്കപ്പെട്ട, അല്ലേ, ഹേ സുരത രാജാവേ, അവിടെ നൃപനന്ദന എന്ന് സംബോധനയുണ്ട്. നൃപൻ രാജാവാണ്, നന്ദനൻ സുരത രാജാവിനെ വിളിച്ചതാണ്. സംബോധന ചെയ്തിട്ട് ഹേ സുരത രാജാവേ, ദേവിയുടെ സാത്വിക ഗുണം ആശ്രയിയായ അവതാര കഥ കേട്ടാലും എന്ന് പറയുകയാണ്. മുൻപറഞ്ഞ വിധം സ്തുതിക്കുന്ന ദേവന്മാരുടെ മുമ്പിൽ ഗംഗാജലത്തിൽ സ്നാനം ചെയ്യുവാനായി പാർവതി ദേവി ആഗതയായി. അടുത്ത ശ്ലോകത്തിൽ സാബ്രവീത്താൻ സുരാൻ സുഭ്രൂഹു, നല്ല ഭ്രൂ ഉള്ളവൾ,
നല്ല സുന്ദരി എന്നർത്ഥം. ഭവൽഭിസ്തൂയതേത്ര കാ ശരീരകോശാസ്യാക സമുത്ഭൂതാബ്രവീച്ചിവാം. ഗംഗാജലത്തിൽ സ്നാനത്തിനായി പ്രത്യക്ഷപ്പെട്ട ശ്രീ പാർവതി ദേവന്മാരോടായി ഇങ്ങനെ ചോദിക്കുന്നു: നിങ്ങൾ സ്തുതിക്കുന്ന ആ സുന്ദരി ആര്? സുഭ്രു എന്ന് പറഞ്ഞുകൊണ്ട് സുന്ദരി എന്ന് നമുക്കവിടെ എടുക്കാം. ചോദിക്കും, നിങ്ങൾ ആരെയാണ് സ്തുതിക്കുന്നതെന്ന് ചോദിച്ചു. പിന്നെ നമസ്തസ്യൈ എന്ന് നമ്മൾ സ്തുതിച്ചപ്പോൾ അതിലെല്ലാ ശ്ലോകത്തിലും നമസ്തസ്യൈ നമസ്തസ്യൈ നമസ്തസ്യൈ. തസ്യൈ എന്ന് പറഞ്ഞാൽ അവൾക്കായിക്കൊണ്ട്, ആ ദേവിക്കായിക്കൊണ്ട് എന്നർത്ഥമാണ്. അപ്പോൾ അവളെന്നുള്ളത് മനസ്സിലായി അല്ലേ, സ്ത്രീയാണെന്ന്. അതുകൊണ്ട് സ്ത്രീയാണെന്ന് മനസ്സിലായി. പക്ഷേ അവൾ ആരാണ് എന്ന് ചോദിച്ചു. അപ്പോൾ ഇതിന് ഉത്തരം പറയുന്നത് ശ്രീ പാർവതിയുടെ ശരീരമാകുന്ന ഉറയിൽ നിന്നും ഉത്ഭവിച്ച രക്ഷാസ്വരൂപിണിയായ ദേവിയായിരുന്നു. സ്തോത്രം മമായ തത്ക്രിയതേ ശുംഭദൈത്യ നിരാകൃതൈ ദേവൈ സമസ്തൈ സമരേ നിശുംഭേന പരാജിതൈ. ദേവന്മാർ സ്തുതിക്കുന്നത് എന്നെയാണ്. ഇവരെ ശുംഭൻ എന്ന അസുര രാജാവ് സ്വർഗത്തു നിന്നും ആട്ടിപ്പായിച്ചു. കൂടാതെ നിശുംഭനുമായുള്ള യുദ്ധത്തിൽ ദേവന്മാരെല്ലാം ആപത്തിൽ തോറ്റുപോവുകയും ചെയ്തു. അപ്പം അതുകൊണ്ട് അവരെ ആപത്തിൽ സഹായിക്കാനായിട്ടാണ് എന്നെ ഇവർ സ്തുതിക്കുന്നത് എന്ന് പാർവതീ ദേവിയിൽ നിന്നും ഉണ്ടായ ദേവി ആ ഭഗവതി അരുളി ചെയ്തു. ശരീരകോശാദത്തസ്യാഹ പാർവത്യാ നിസൃതാംബിക കൗശികീതി സമസ്തേഷു സതോ ലോകേഷു ഗീയതേ. സമസ്ത ലോകങ്ങളിലുമുള്ള ആൾക്കാർ എന്നർത്ഥം. സമസ്തേഷു ലോകേഷു. പാർവതീദേവിയുടെ ശരീരമാകുന്ന കോശത്തിൽ നിന്നും ഉണ്ടായ ആ അംബിക അവതരിക്കയാൽ എല്ലാവരും ആ ദേവിയെ കൗശികി എന്ന പേരിൽ വിളിക്കാൻ തുടങ്ങി. തസ്യാം വിനിർഗതായാം തോ കൃഷ്ണാപുത്സാപി പാർവതി കാളികേതി സമാഖ്യാത ഹിമാചലകൃതാശ്രയാം. പാർവതിയുടെ ശരീരത്തിൽ നിന്നും ദേവി നിർഗമിച്ചു കഴിഞ്ഞപ്പോൾ പാർവതി ദേവി കൃഷ്ണവർണ്ണയായി ഭവിച്ചു, കറുത്ത കളറുള്ളവളായി. ഭഗവാന്റെ സന്നിധിയിൽ ചെന്ന പാർവതിയെ ഭഗവാൻ കാളിക എന്ന് വിളിച്ചു. തൻ്റെ പ്രിയതമനുമായിട്ടുള്ള പ്രണയ അപായ ഭയത്താൽ വിട്ടുകളയുവോ ഭഗവാൻ എന്ന ഭയം കൊണ്ട് ഹിമാചലത്തെ ആശ്രയിച്ചുകൊണ്ട് പാർവതി തപസ്സിനായി ആരംഭിച്ചു എന്ന്. തപസ് ചെയ്യാനായിട്ട് ഹിമാചല പ്രദേശത്തേക്ക് പോയി. ഇനി ഹിമാചലത്തിൽ പോയി അവർ ആ ദേവി കാത്തിരിക്കുകയാണ്. എന്തിന്? ശുംഭനിശുംഭന്മാരെ വരുത്തിയിട്ട് വേണം ആ യുദ്ധം ആരംഭിക്കാൻ. ഇനി എന്നിട്ട് ദേവി വേണം കൊല്ലുന്നത് അവരെ. അപ്പം അടുത്ത ക്ലാസ്സിൽ വരുമ്പോഴേക്കും നമുക്ക് നോക്കാം. ഹരിയും സകലം ശ്രീദേവ്യാർപ്പണമസ്തു. അപരാധസഹസ്രാണി ക്രിയന്തേ ഹർനിശം മയാ ദാസോയമിതി മാമത്വ ക്ഷമസ്വ പരമേശ്വരി. ആവാഹനം ന ജാനാമി വിസർജനം പൂജാം ചൈവ ന ജാനാമി ക്ഷമ്യതാം പരമേശ്വരി. ഹരിയും.